Good morning, dear students. Welcome back to our moral science class. Hope you all have written the PT4 exam very well. We have already completed 8 chapters from moral science textbook. Today we are going to start next chapter, chapter 9, Be Charitable. Chapter 9, Be charitable. Means generous in giving to those in need. മറ്റുള്ളവരുടെ കഷ്ടതകളിലും പ്രയാസങ്ങളിലൂടെ അവനോട് അനുകമ്പയുണ്ടാവുക, അതായത് പരോപകാരം ചെയ്യുക. ഓക്കെ, so all of you please open your moral science textbook, page number 28. First I read the textbook, you listen it carefully. Chapter 8, Be Charitable. നമുക്കറിയാം, ചാരിറ്റി എന്ന് പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഓടിയെത്തുന്ന ആരുടെ മുഖമാണ്? യെസ്, മദർ തെരേസ. അൽബേനിയയിൽ ജനിച്ച് ഇന്ത്യ പ്രവർത്തന കേന്ദ്രമാക്കി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ ലോകശ്രദ്ധ നേടിയ ഒരു ക്രൈസ്തവ സന്യാസിനിയായിരുന്നു വിശുദ്ധ മദർ തെരേസ. മിഷണറീസ് ഓഫ് ചാരിറ്റി എന്ന കമ്മ്യൂണിറ്റി സ്ഥാപിച്ച് കൊൽക്കത്തയിലെ പാവപ്പെട്ടവരുടെയും അനാഥരുടെയും രോഗികളുടെയും ഇടയിൽ പ്രവർത്തിച്ച മദർ തെരേസയ്ക്ക് പ്രസ്തുത സേവന പ്രവർത്തനങ്ങളുടെ പേരിൽ 1979 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകപ്പെട്ടു. 2016 സെപ്റ്റംബർ 4 മദർ തെരേസയെ ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ജന്മം കൊണ്ട് അൽബേനിയനും പൗരത്വം കൊണ്ട് ഇന്ത്യനും ജീവിതം കൊണ്ട് സന്യാസിനിയും ആയിരുന്നു ആര്? മദർ തെരേസ. സോ ഫസ്റ്റ് പാരഗ്രാഫ്. Here gives a picture. Look at this picture. What do you feel? She is a woman who lived for the poor. She treated everyone with love and concern. Her heart was full of love towards the people who were suffering from various kinds of sickness. She established a community called Missionaries of Charity to help the poor people. The supreme quality of this woman is her attitude towards charity. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ ആരുടെയാണ്? യെസ്, മദർ തെരേസ. അവർ ആരായിരുന്നു? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഒരു സ്ത്രീ ആയിരുന്നു മദർ തെരേസ. അവരുടെ ഹൃദയം നിറയെ ആരോടുള്ള സ്നേഹമായിരുന്നു, അതായത് പലതരം രോഗങ്ങളാൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യരോടുള്ള സ്നേഹമായിരുന്നു അവരുടെ ഹൃദയം നിറയെ. അതിനുവേണ്ടി മദർ തെരേസ ഒരു പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ കഷ്ടത അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി മദർ തെരേസ സ്ഥാപിച്ച കമ്മ്യൂണിറ്റിയാണ് ഏത്? മിഷണറീസ് ഓഫ് ചാരിറ്റി. ആ വിശുദ്ധയുടെ സുപ്രീം ക്വാളിറ്റി എന്തായിരുന്നു? അവരുടെ ആ ചാരിറ്റിയോടുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു. സെക്കൻഡ് പാരഗ്രാഫ്. The word charity means universal love, the disposition in us to think of others favorably and do good to all. Charity is often thought of as giving alms. It is that too, but not just only that. ചാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ ലവ്. അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരോട് സൗമനസ്യത്തോടു കൂടി പെരുമാറാനുള്ള ഒരു മനോഭാവം ഉണ്ടായിരിക്കണം. എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യുക. പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് ഭിക്ഷ നൽകുക അല്ലെങ്കിൽ ദാനധർമ്മം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, അതുണ്ട്, പക്ഷെ അതിനേക്കാട്ടിലും അപ്പുറമാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. വാട്ട് ഡു you do when you see anybody injured? What do you do when you meet an old person trying to cross the road? Do you not also sometimes need help? You may need it when you feel sick or get hurt during play. നിങ്ങൾ
കയറ്റിയ ഒരു ആളിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ റോഡ് ക്രോസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു ആളിനെ കണ്ടാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ സഹായിക്കുക അവരെ. യെസ്, നിങ്ങൾ സഹായിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്കും എന്തെങ്കിലും മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എന്ന് തോന്നിയ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? അതായത് നമുക്കും പലപ്പോഴും മറ്റുള്ളവരുടെ ഹെൽപ്പ് വേണം എന്ന് തോന്നുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അതായത് നമ്മൾക്കിപ്പോൾ അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇപ്പം നമുക്ക് പനിയാണെങ്കിലും അങ്ങനെ മറ്റുള്ള അസുഖങ്ങളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് തോന്നാറുണ്ട്? നമുക്ക് മറ്റുള്ളവരുടെ സഹായം വേണം എന്ന് തോന്നാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ കളിക്കുന്ന സമയത്ത് ഒരു മുറിവ് പറ്റി, അപ്പോൾ നിങ്ങൾ എന്ത് ആഗ്രഹിക്കും? യെസ്, എൻ്റെ അമ്മ എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആരുടെയെങ്കിലും ഹെൽപ്പ് നമുക്ക് വേണം എന്ന് ചിന്തിക്കും. നെക്സ്റ്റ് പാരഗ്രാഫ്. We help others only when we think favorably of others. We help because we want to do good to others. There are many ways in which we can help and do good to others. Some children help around the house and take some chores off the hands of their parents. Some help their younger brothers and sisters in studies and in such things as washing, bathing and dressing up. They do so because they have love for all the family members and want to do them some good. They have a spirit of charity. നാം മറ്റുള്ളവരെ പറ്റി സൗമനസ്യത്തോടുകൂടി ചിന്തിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർക്ക് പല കാര്യങ്ങളും നന്മ ചെയ്യണം. പിന്നെ അങ്ങനെ നമ്മൾക്ക് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനായിട്ട് പല മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ്, നിങ്ങൾ കുട്ടികളല്ലേ, കുട്ടികൾ നിങ്ങളുടെ വീട്ടിലുള്ളത് തന്നെ ചെറിയ ചെറിയ വീട്ടുപണികളൊക്കെ ചെയ്ത് നിങ്ങളുടെ പേരൻസിനെയൊക്കെ സഹായിക്കുക. ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മ പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ അതെല്ലാം എടുത്ത് അത് യഥാസ്ഥാനത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ കളിക്കുമ്പോൾ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുമല്ലോ. അപ്പോൾ ആ കളിച്ചതിന് ശേഷം അതിൻ്റെ എവിടെയാണോ അതിരുന്നത് ആ സ്ഥാനത്ത് തന്നെ തിരിച്ചു കൊണ്ടുവെക്കുക, അവിടെ എവിടെയും ചെതറിക്കിടക്കാൻ. അങ്ങനെ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനെ സഹായിക്കാനായിട്ട് സാധിക്കും. അതുപോലെ നിങ്ങളുടെ യങ്ങർ ബ്രദേഴ്സ് സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവരെ പഠിത്തത്തിൽ ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവരെ കുളിപ്പിക്കുന്നതിനും ഡ്രസ്സ് ചെയ്യുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോടുള്ള സ്നേഹം നമ്മൾക്ക് അതുവഴി പ്രകടിപ്പിക്കാനും അവരെ സഹായിക്കാനും പറ്റും. അപ്പോൾ അതെന്താണ്? ആ ചാരിറ്റി എന്ന് പറയുന്ന അതിൻ്റെ ഒരു സ്പിരിറ്റാണ്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫ്. ദ വേർഡ് ചാരിറ്റി ക്രിയേറ്റ്സ് എ വേൾഡ് വിത്ത് ഗുഡ് ഡീഡ്സ്. ബട്ട് മെനി ഓഫ് us forget this word and live only for ourselves. We need to live for everyone and make this world full of the feeling of oneness. The universal love makes each one to live for one another. ചാരിറ്റി ഉപയോഗിച്ച് നല്ല പ്രവർത്തികൾ കൊണ്ട് നിറഞ്ഞ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ പക്ഷെങ്കിൽ പലരും ഇന്ന് ചെയ്യുന്നത് എന്താണ്? അവരവർക്ക് മാത്രം വേണ്ടി അവരവരുടെ കാര്യങ്ങൾ മാത്രം നോക്കി ജീവിക്കുകയാണ്. നമ്മൾ അങ്ങനെയല്ല. എന്ത് ചെയ്യണം? നമ്മൾ മറ്റുള്ളവരുടെ വേണ്ടി കൂടി ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഒരു നല്ലൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. എല്ലാവരും ഒന്നാണ് എന്ന ഒരു ഏകതാ മനോഭാവം നമ്മൾ ഉണ്ടാക്കണം. അതുപോലെ തന്നെ ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കും. സോ മോറൽ ഓഫ് ദി സ്റ്റോറി ഈസ്, നമ്മൾ മറ്റുള്ളവരുടെ സ്നേഹം, അനുകമ്പ, പരോപകാരം എന്നിവ ഉള്ളവരായിരിക്കണം. നമുക്ക് ചാരിറ്റി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു വാല്യൂ എന്താണ്? ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവണം. നമ്മളിൽ ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാവണം.
അതിൻ്റെ തുടക്കം നമുക്ക് നമ്മുടെ ക്ലാസ് റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അതായത് ഇപ്പോൾ ഒരു കുട്ടി ഉച്ചയ്ക്ക് ഒരു ലഞ്ച് കൊണ്ടുവരാൻ മറന്നുപോയെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? യെസ്, നമ്മൾ എല്ലാവരും കൂടി ഷെയർ ചെയ്ത് ആ കുട്ടിക്ക് ലഞ്ച് കൊടുക്കും. അതുപോലെ ഇപ്പോൾ ഒരാൾ പെൻസിൽ കൊണ്ടുവന്നില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? യെസ്, അപ്പം ആരുടെയെങ്കിലും കയ്യിൽ 2 പെൻസിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആ പെൻസിൽ കൊണ്ടുവരാത്ത ആളിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഷെയറിങ് മെൻറ്റാലിറ്റി ഉണ്ടാകും. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലെ ഗ്രാൻഡ് പേരൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉള്ളവരായിരിക്കാം. അപ്പോൾ അവർക്ക് പലത് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കഴിയുന്ന രീതിയിൽ അവരെ സഹായിക്കുക. അപ്പോൾ കാലിനൊക്കെ വേദനയൊക്കെ ആണെങ്കിൽ ഒന്ന് തിരുമിയൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ വെള്ളമൊക്കെ എടുത്തുകൊണ്ട് കൊടുക്കുക. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്തു കൊടുത്ത് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഷെയറിങ് മെൻറ്റാലിറ്റി നമുക്ക് ഉണ്ടാകും. ഓക്കെ, താങ്ക് യു.那是一个秋天，风儿那么缠绵，让我想起他们那双无助的眼，就在那美丽风景相伴的地方，我听到一声巨响，震彻山谷。就是那个秋天，再看不到爸爸的脸，他用他的双肩托起我重生的起点，黑暗中泪水沾满了双眼，